അമേരിക്കൻ ആധിപത്യത്തിന്റെ ഏകപക്ഷീയമായ നാളുകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് ആഗോള രാഷ്ട്രീയത്തിലെ യഥാർത്ഥ കളി റഷ്യ ആരംഭിച്ചിരിക്കുകയാണ്. വെനിസ്വേലിയൻ തീരത്ത് അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് കാട്ടിയ വെല്ലുവിളികൾക്ക് മുൻപിൽ പതറാനല്ല, പകരം അമേരിക്കയെ വിറപ്പിക്കാനാണ് റഷ്യൻ നാവികസേന എത്തിയത്. ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് അത്യാധുനിക സ്റ്റെൽ തന്ത്രവാഹിനികളുമായി റഷ്യൻ തീരത്ത് അണിനിരന്നു. ഇത് വെറുമൊരു നാവിക വിന്യാസമല്ല, മറിച്ച് അമേരിക്കൻ അഹങ്കാരത്തിന് റഷ്യ നൽകുന്ന പരസ്യമായ പ്രഹരമാണ്. ഉപരോധ ഭീഷണികൾക്ക് കടലിന്റെ ആഴങ്ങളിൽ നിന്ന് തന്നെ മറുപടി നൽകിക്കൊണ്ടാണ് റഷ്യ പടപ്പുറപ്പാട് ആരംഭിച്ചത്. അറ്റ്ലാന്റിക് സമുദ്രം ഇന്ന് റഷ്യയുടെ സൈനിക സാങ്കേതിക കരുത്തറിയിക്കുകയാണ്. അമേരിക്കയുടെ ഓരോ നീക്കത്തെയും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള യുദ്ധ യന്ത്രങ്ങളും തന്ത്രങ്ങളും സമുദ്രത്തിലും അതിനടിയിലും വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ്. വെനിസ്വേലയെ ലക്ഷ്യം വെക്കുന്നവർക്കുള്ള സന്ദേശം വ്യക്തമാണ്. ഇനി അവർ നേരിടേണ്ടത് അമേരിക്കയുടെ വാക്കുകളല്ല, മറിച്ച് റഷ്യയുടെ പ്രവർത്തനങ്ങളാണ്. ദി വേൾഡ് ട്രീ ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് കയറാൻ ശ്രമിച്ചിരുന്ന ഒരു എണ്ണ ടാങ്കറിന് സംരക്ഷണം നൽകാൻ റഷ്യ അന്തർവാഹിനി അടക്കം അത്യാധുനിക നാവിക സംവിധാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നു. സാധാരണ കടൽ സുരക്ഷാ നടപടിയല്ല. ഉപരോധങ്ങൾ ലംഘിച്ചെന്ന ആരോപണത്തിന്റെ പേരിൽ ഒരു കപ്പലിനെ പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ ശ്രമത്തിന് സൈനിക ശക്തി ഉപയോഗിച്ച് തന്നെ മറുപടി നൽകാൻ റഷ്യ തയ്യാറായിരിക്കുന്നതിന്റെ തുറന്ന തെളിവാണിത്. വെനിസ്വേലിയൻ എണ്ണ അന്താരാഷ്ട്ര വിപണിയിൽ എത്തുന്നത് തടയാനുള്ള അമേരിക്കൻ നയത്തെ നേരിട്ട് വെല്ലുവിളിക്കുന്ന ഈ നീക്കം സമുദ്രമധ്യത്തിൽ ഒരു പുതിയ ശക്തി സമവാക്യം സൃഷ്ടിക്കുകയാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ മറികടന്ന് വെനിസ്വേലിയൻ എണ്ണ കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ ടാങ്കർ ഇതോടെ ഒരു വ്യാപാര കപ്പലിൽ നിന്ന് രാഷ്ട്രീയ പ്രതീകമായി മാറുന്നു. അമേരിക്ക ഈ നീക്കത്തെ അന്താരാഷ്ട്ര നിയമലംഘനം എന്ന നിലയിൽ അവതരിപ്പിക്കുമ്പോൾ റഷ്യ അതിനെ ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ സ്വതന്ത്ര വ്യാപാര അവകാശത്തിനുമേലുള്ള ആക്രമണമായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഏറ്റുമുട്ടൽ ഒരു കപ്പലിനെയോ ചരക്കിനെയോ ചുറ്റിപ്പറ്റിയുള്ളതല്ല, മറിച്ച് അമേരിക്കയുടെ ഉപരോധങ്ങൾക്ക് നിയമപരമായും സൈനികപരമായും വെല്ലുവിളി ഉയർത്തുന്ന ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലാണ്. ഈ പശ്ചാത്തലത്തിൽ റഷ്യ ടാങ്കറിന് അകമ്പടി നൽകാൻ തീരുമാനിച്ചത് ഒരു പ്രതിരോധ നടപടിയിലേക്ക് അപ്പുറം പോകുന്നു. ഉപരോധങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളുടെ സഖ്യരാജ്യങ്ങളെ ശ്വാസം മുട്ടിക്കാനാകില്ല എന്ന സന്ദേശം അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും വിന്യസിച്ചുകൊണ്ട് റഷ്യ സമുദ്രത്തിന്റെ നടുവിൽ തന്നെ എഴുതുകയാണ്. ഈ ഘട്ടത്തിലാണ് വെനിസ്വേലയുടെയും നിക്കോളാസ് മഡോറോയുടെയും പ്രാധാന്യം കൂടുതൽ വ്യക്തമായി മുന്നിലെത്തുന്നത്. മഡോറയെ ലക്ഷ്യമിട്ട് വർഷങ്ങളായി അമേരിക്ക പിന്തുടരുന്ന ഉപരോധവും രാഷ്ട്രീയ സൈനിക നീക്കവും വെനിസ്വേലയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളായിരുന്നു. എണ്ണ വ്യാപാരത്തെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് ഭരണകൂടം തകർക്കാമെന്ന അമേരിക്കൻ കണക്കുകൂട്ടലാണ് ഈ ടാങ്കർ സംവിധാനത്തിലൂടെ വെല്ലുവിളിക്കപ്പെടുന്നത്. മഡോറ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നു എന്നത് വെറും വാക്കുകളിലല്ല, സമുദ്രത്തിൽ അന്തർവാഹിനി വിന്യസിച്ചുകൊണ്ട് റഷ്യയും തെളിയിക്കുകയാണ്. ഡിസംബറിൽ വെനിസ്വേലിയൻ തീരത്തെ എണ്ണക്കയറ്റം തടഞ്ഞ ശേഷം കപ്പലിൽ കയറാൻ അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് നടത്തിയ ശ്രമം മഡോറയുടെ സർക്കാരിനെതിരായ ഉപരോധത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ കപ്പൽ റഷ്യയിൽ രജിസ്റ്റർ ചെയ്തതോടെ റഷ്യ നിലപാട് ഘടിപ്പിച്ചു. റഷ്യൻ സർക്കാർ ഔദ്യോഗികമായി കപ്പലിന്റെ പക്ഷം പിടിച്ചു. സ്റ്റേറ്റ് മീഡിയയും വിദേശകാര്യ മന്ത്രാലയവും അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ ലംഘിച്ചാണ് അമേരിക്ക പ്രവർത്തിച്ചതെന്ന് തുറന്നടിച്ചു. ഇതിന്റെ തുടർച്ചയായാണ് റഷ്യൻ നാവികസേന നേരിട്ട് അകമ്പടി നൽകാൻ ഇറങ്ങിയത്. ഇത് മഡോറയുടെ സർക്കാരിനുള്ള പൂർണ്ണ സുരക്ഷ ഉറപ്പായി മാറി. ഇതിനിടെയാണ് റഷ്യയുടെ സൈനിക ശക്തിയും സാങ്കേതിക മികവും വ്യക്തമായി പുറത്തു വരുന്നത്. ആണവശേഷിയുള്ളതും സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഉപയോഗിക്കാവുന്നതുമായ റഷ്യൻ അന്തർവാഹിനികൾ ദീർഘദൂരങ്ങളിലും ശബ്ദരഹിതമായി പ്രവർത്തിക്കാൻ കഴിവുള്ളവയാണ്. ഉപഗ്രഹ നിരീക്ഷണം, ഇലക്ട്രോണിക് വോർഫെയർ സംവിധാനങ്ങൾ, നാവിക ഡ്രോണുകൾ ഇവയെല്ലാം ചേർന്ന ഈ വിന്യാസം ഒരു ടാങ്കറിന്റെ സുരക്ഷ മാത്രമല്ല, മഡോറ ഭരണത്തിനെ തുടരുത് എന്ന തന്ത്രപരമായ മുന്നറിയിപ്പ് കൂടിയാണ്. വെനിസ്വേലയുമായുള്ള റഷ്യയുടെ ബന്ധം ഇതോടെ കൂടുതൽ തുറന്നു കാണപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ ഉപരോധങ്ങൾ മൂലം എണ്ണ കയറ്റുമതി പ്രതിസന്ധിയിലായ വെനിസ്വേലയ്ക്ക് റഷ്യ ഒരു സൈനിക സാമ്പത്തിക രക്ഷാകവചമായി പ്രവർത്തിക്കുന്നു. ഊർജ്ജ സഹകരണം, ആയുധ ഇടപാടുകൾ, നാവിക സൈനിക പരിശീലനം ഇവയെല്ലാം ചേർന്ന മഡോറോ സർക്കാരിന്റെ നിലനിൽപ്പിന് ശക്തമായ പിന്തുണയാണ് റഷ്യ നൽകുന്നത്. വെനിസ്വേലിയൻ എണ്ണയുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് റഷ്യയുടെ തന്നെ ഊർജ രാഷ്ട്രീയ താൽപര്യങ്ങളുടെ ഭാഗമാണെങ്കിലും അതിലൂടെ മഡോറയെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കൻ ശ്രമങ്ങൾ നേരിട്ട് പരാജയപ്പെടുത്തുകയാണ് റഷ്യ. ഈ പശ്ചാത്തലത്തിൽ ഷാഡോ ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന രഹസ്യ ടാങ്കർ ശൃംഖലയുടെ പ്രാധാന്യം ഉയരുന്നു. ഉപരോധങ്ങൾ മറികടക്കാൻ റഷ്യ, ഇറാൻ, വെനിസ്വേല തുടങ്ങിയ രാജ്യങ്ങൾ ആശ്രയിക്കുന്ന ഈ ശൃംഖല ആഗോള എണ്ണ വിപണിയിലെ ഒരു നിശബ്ദ ശക്തിയായി മാറിയിട്ടുണ്ട്.
സ്കിപ്പർ സെഞ്ചുറീസ് തുടങ്ങിയ ടാങ്കറുകൾ പിടിച്ചെടുത്ത അമേരിക്കൻ നീക്കങ്ങൾ ഈ ശൃംഖല തകർക്കാനുള്ള ശ്രമമായാണ് വിലയിരുത്തുന്നത്. എന്നാൽ മാരിനോറ ടാങ്കറിന് നൽകിയ റഷ്യൻ അകമ്പടി റഷ്യ പിന്മാറില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. ചുരുക്കത്തിൽ ഇതൊരു എണ്ണക്കപ്പലിന്റെ പിന്തുടർച്ച മാത്രമല്ല, മഡൂറോയെ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ ഉപരോധ സമുദ്ര നയങ്ങൾക്ക് റഷ്യ നൽകുന്ന തുറന്ന മറുപടിയാണ്. റഷ്യ വെനിസ്വേലയുടെ സഖ്യത്തിൽ ആഴവും റഷ്യയുടെ നാവിക ശക്തിയും സാങ്കേതിക ആത്മവിശ്വാസവും ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്ന ഒരു രാഷ്ട്രീയ സൈനിക പ്രഖ്യാപനമായി ഈ സംഭവം മാറുന്നു. അമേരിക്കൻ ഉപരോധങ്ങൾക്ക് മുന്നിൽ റഷ്യയും വെനിസ്വേലയും ഒരുമിച്ച് നിലകൊള്ളുന്നു എന്ന യാഥാർത്ഥ്യം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയുടെ നെഞ്ചത്തടിക്കുന്ന നീക്കമാണ് റഷ്യ നടത്തിയിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ അകത്ത് കയറി അവിടത്തെ നേതാവിനെ പിടിച്ചുകൊണ്ടു പോകാൻ അമേരിക്കയ്ക്ക് എന്താണ് അവകാശം എന്ന് റഷ്യ മുഖത്തു നോക്കി ചോദിക്കുകയാണ്. അതായത് ഒരു നീതീകരിക്കാനാകാത്ത ഒരു നടപടിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അമേരിക്ക ഇതിനു മുൻപും ഇത്തരം നീചമായ പ്രവൃത്തികൾ കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിക്കോളാസ് മഡോറ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായ നേതാവ് അവിടുത്തെ ജനങ്ങൾക്ക് പോലും ഒരു രാക്ഷസനായിരുന്നു, ജനങ്ങളെപ്പോലും ബുദ്ധിമുട്ടിക്കുന്ന ഒരാളായിരുന്നു. അയാളെ ഇങ്ങനെയാണോ അമേരിക്ക കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ്. മാത്രമല്ല, ഏതെങ്കിലും രാജ്യത്തെ മിനറൽസ് കണ്ണുവെച്ചു കഴിഞ്ഞാൽ അമേരിക്ക നടത്തുന്ന സ്ഥിരം പരിപാടി ഇത് തന്നെയാണ്. അവിടെ പോകുക, ആ രാജ്യത്തിന്റെ പരമാധികാരിയെ പിടിച്ച് തടവിലാക്കുക, അവിടത്തെ എണ്ണ വ്യാപാരം മുഴുവൻ തങ്ങളുടെ കൺട്രോളിലാക്കുക. ഇത് തന്നെയാണ് അമേരിക്ക ഇതിനു മുൻപ് ചെയ്തിരുന്നത്. എന്തായാലും അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം ഗ്രീൻലാൻഡും കൊളംബിയയും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിനെ ഐക്യരാഷ്ട്രസഭയും അല്ലെങ്കിൽ മറ്റ് സഖ്യരാജ്യങ്ങളുമൊക്കെ ഈ നിലപാടിനെ പിന്തുണയ്ക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. റഷ്യയും ഇറാനുമൊക്കെ അമേരിക്കയുടെ നേർക്ക് നേർ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ ഇന്ത്യയുടെ നിലപാട് എന്ത് എന്നുള്ളതാണ് ഇവിടെ വീണ്ടും ഉയരുന്ന ചോദ്യം. നേരത്തെ അമേരിക്ക കണ്ണുരുട്ടിയിട്ടും ഭയപ്പെടാത്ത ഇന്ത്യ, ഇപ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യ, ഉപരോധങ്ങൾക്ക് മുകളിൽ മുട്ടുവളയ്ക്കാത്ത നട്ടെല്ല് നിവർത്തി നിൽക്കുന്ന ഇന്ത്യ, ആ ഇന്ത്യയെ ഭയപ്പെടുത്താൻ അമേരിക്ക ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഇന്ത്യ ഭയന്നില്ല എന്ന് മാത്രം. തന്ത്രങ്ങൾ ഇറക്കിക്കൊണ്ടുള്ള ട്രംപിന്റെ നീക്കങ്ങളൊന്നും വിലപ്പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വെനിസ്വേലയിൽ കയറിയുള്ള അമേരിക്കയുടെ ഈ നീക്കത്തെ വളരെ ഗൗരവത്തോടെയാണ് എല്ലാ രാജ്യങ്ങളും നോക്കിക്കാണുന്നത്. അതായത് ഇനി ഇത്തരം തോന്നിവാസങ്ങൾ, അമേരിക്കയുടെ ഇത്തരം നീക്കങ്ങൾ അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പല രാജ്യങ്ങളും എടുത്തിരിക്കുന്ന തീരുമാനം. അമേരിക്കയുടെ നെഞ്ചത്ത് കയറിയുള്ള റഷ്യയുടെ ഈ നീക്കം എങ്ങനെയാണ് അമേരിക്ക കാണുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.